ബാക്ക് ടു യുവർ ചാനൽ മൈനാസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് മന്യ. അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇടാതെ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിക്ടോക്കിൽ ഇപ്പോൾ കയറി നോക്കിയാൽ കംപ്ലീറ്റ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ എല്ലാം മനസ്സ് പിടിച്ച് കീഴടക്കിയിരിക്കുന്ന ഒരു ന്യൂസ് റീഡർ ചേട്ടനെയാണ്. അപ്പോൾ ആ ന്യൂസ് റീഡർ ചേട്ടനെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, അറിയാൻ പറ്റില്ലായിരിക്കാം. അപ്പോൾ നമുക്കിന്ന് ആ ചേട്ടനെ കുറിച്ചുള്ള വിഷയവുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ടിക്ടോക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ആദ്യം പൂവൻ കോഴികൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എവിടെ നിന്ന് വന്നു ഇത്രയും പിടക്കോഴികൾ? അതാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലവർക്കൊന്നും അറിയാൻ പറ്റില്ലായിരിക്കും, ചിലവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്താണ് ഈ സംഭവം? ഏത് ന്യൂസ് റീഡറാണ് ഈ വൈറലായിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ആരാണ് ഈ വൈറലായ ന്യൂസ് റീഡർ എന്ന് ആദ്യം കാണാം. അപ്പോൾ ഏത് വീഡിയോയാണ് വൈറലായി വരുന്നത്, ഏത് സോങ് ആണ്? പുള്ളിക്ക് വേണ്ടി തന്നെ ഇപ്പോൾ ഒരു ദേശീയ ഗാനം തന്നെ ടിക്ടോക്കിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആ ചേട്ടൻ്റെ വീഡിയോ ഒന്ന് കാണാം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. എന്തായാലും നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ ഗേൾസിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആയി. കാരണം ഇപ്പോഴാണ് തോന്നുന്നു ഈ പുള്ളിക്കാരനെ ഇവർ കണ്ടെത്തിയത്. കണ്ടോ, എല്ലാവരും നമ്മുടെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ന്യൂസ് കാണാത്തവർ പോലും ന്യൂസ് കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഓരോരോ അവസ്ഥയെ. വാർത്തകളിലേക്ക്. ടിക്ടോക്കിൽ വൈറലായി വാർത്താവതാരകൻ. ഹായ്, ഹലോ, നമസ്കാരം. ടിക്ടോക്കിലൂടെ നിങ്ങൾ വൈറലാക്കിയ മീഡിയ വണിലെ ആ വാർത്താവതാരകൻ ഞാനാണ്, അരുൺ VS, നമ്മുടെ ദേശീയ ഗാനം. കണ്ടില്ലേ, ഇതാണ് സംഭവം. അതാണ് നമ്മുടെ ചേട്ടൻ. ഈ ഒരു വീഡിയോയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ലേഡീസ് ഇതിന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. TV കണ്ടുകൊണ്ടിരിക്കുക, അതിനിടയിൽ നമ്മുടെ ന്യൂസ് റീഡറായിട്ട് ചേട്ടൻ വരുന്നു. അവർ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. ഇതുവരെ ന്യൂസ് കാണാത്ത ഒരുപാട് പെൺപിള്ളേർ ഇപ്പം ന്യൂസ് കാണുക. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ടിക്ടോക്കിൽ. എന്തായാലും സംഭവം നല്ല കളറായിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഗേൾസിന് ആ ചേട്ടനിൽ എന്തായാലും ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയും ലേഡീസ് ഫാൻസ് വരാൻ കാരണം എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ടിക്ടോക്കിലുള്ള നമ്മുടെ പയ്യൻസിനൊക്കെ ഭയങ്കര സങ്കടമായിരിക്കുകയാണ്. കാരണം അവരൊക്കെ ഇപ്പോൾ പറയുന്നത് വല്ല ന്യൂസും വായിക്കാൻ പോകായിരുന്നു. ടിക്ടോക്കിൽ കഷ്ടപ്പെട്ട് ഒരുപാട് അഭിനയിച്ചിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. കാരണം ഇപ്പോൾ ടിക്ടോക്കിൽ എവിടെ നിന്നോ വന്ന ഒരുത്തൻ, അതായത് ന്യൂസ് വായിച്ചുകൊണ്ടിരുന്ന ഏതോ ടിക്ടോക്കിലൊന്നുമില്ല. ആ ചേട്ടൻ അരുൺ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ ടിക്ടോക്കിലൊന്നുമില്ല. എന്നിട്ടും ആ ചേട്ടൻ എങ്ങനെ ടിക്ടോക്കിൽ കയറി പറ്റി? അപ്പോൾ എന്തായാലും സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വൈറൽ ന്യൂസ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. അപ്പോൾ ചേട്ടൻ്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ഇന്റർവ്യൂ കാണാം. ടിക്ടോക്സിലെ ഏറെക്കുറെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അതിന്റെ കമന്റ്സ് ശ്രദ്ധിക്കാറുണ്ട്. ചില കമന്റ്സുകൾ എന്നെ ഹഠാത് ആകർഷിക്കാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോ. ആകർഷിക്കാറുണ്ടല്ലേ, കൊള്ളാം. ഈ ചേട്ടൻ്റെ ന്യൂസ് പണ്ട് മുതലേ കാണാറുണ്ട്. അതിനെന്താ ഇനിയും കാണണം? ചേട്ടാ, നീ വലിയ ബമ്പൊന്നാക്കണ്ടാവേ. നിന്റെ ആധാർ കാർഡ് പോട്ടെ, നമ്മ കണ്ടിന്. ചേട്ടാ, ജാടയാണോ? ഒരു ജാടയില്ല. എന്തിനാ ജാട? വാർത്തകളിലേക്ക്. ടിക്ടോക്കിൽ വൈറലായി വാർത്താവതാരകൻ. നമ്മുടെ ന്യൂസ് റീഡറായ അരുൺ ചേട്ടൻ വന്നത് നമ്മുടെ പൂത്തുമ്പി പുർളമാമയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പോയി പ്രേമം മണ്ണാങ്കട്ട. നെക്സ്റ്റ് വീഡിയോ അതായത് നമ്മുടെ പെൺകുട്ടികളെ, അതായത് നമ്മുടെ പിടക്കോഴികളെ സങ്കടപ്പെടുത്തിയ ഒരു കഥയാണ്. അതായത് നമ്മുടെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ, ചെറിയൊരു ഫോട്ടോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഭയങ്കര മിസ്സിംഗ് ആണ്. പറഞ്ഞ മനസ്സിൽ ഇരവും എൻ പകലും അറിഞ്ഞില്ല. ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം. അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂല് ചെയ്തിരിക്കുന്നത് ചേട്ടന് ടിക്ടോക്കിൽ വന്നിരിക്കുന്ന കമന്റ്സ്, ആ കമന്റ്സിന് ആൻസേഴ്സ് കൊടുക്കലായിരുന്നു നമ്മുടെ ചേട്ടന്റെ പരിപാടി. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ലേഡീസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്.
അപ്പോൾ നിങ്ങളിപ്പോൾ ലേഡീസ് വാച്ച് ചെയ്യുന്നുണ്ടാവും, ജെൻസ് വാച്ച് ചെയ്യുന്നുണ്ടാവും ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ടിക്ടോക്കിൽ ഇല്ലാത്തവരുണ്ടാവുമല്ലോ പലവരും യൂട്യൂബ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ചേട്ടനിൽ ഒരു പ്രത്യേകത തോന്നിയത്? എനിക്ക് അത്ര വലിയ പ്രത്യേകത ഒന്നും തോന്നിയിട്ടില്ല. കാണാൻ കുറച്ച് ലുക്ക് ഉണ്ട്, അത്രമാത്രം. പിന്നെന്താ, ന്യൂസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പുള്ളി ഏത് തരത്തിലാണ് ന്യൂസ് റീഡിങ് നടത്തുന്നത് അതൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അത് കാണാൻ പോയ എന്നെയും കൂടി എല്ലാവരും കോഴി എന്ന് വിളിക്കും. അതിനെനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാനത് കാണാൻ പോയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത്, ഈ ചേട്ടനെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എത്തുന്നതുവരെ ബൈ.